സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇന്ന് ദേശീയ നിലവാരത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. PSCയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പഠനം നടത്തണം. 100% ഞാൻ യോജിക്കുന്നു. തൊഴിലില്ലാത്തവരുടെ അംഗസംഖ്യ ഒരു ഭാഗത്തൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലിന് വേണ്ടി യുവജനങ്ങൾ നാടുവിടുന്നു. പിന്നെ ഇവിടെ കുറച്ചുള്ള ആളുകളുടെ ഒരു പരീക്ഷയും അത് പരിശോധിക്കലും അതിനെ സംബന്ധിച്ചൊക്കെ PSCയെക്കുറിച്ച് ധാരാളം പരാതികൾ പണ്ടേ വന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ പിന്നെ അവർക്ക് കൊടുക്കുന്ന വേതനം, ഞാൻ മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. PSC ചെയർമാന് പ്രധാനമന്ത്രിയേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ അതിനെ ന്യായീകരിക്കുന്ന ചില ശബ്ദങ്ങൾ ഞാൻ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. പാവപ്പെട്ടവരുടെ സമരം ഒരുപാട് നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാതെ അതവരെ ഡൽഹി പോയി സമരം ചെയ്യണമെന്ന് പറയുക, അവരാക്ഷേപിക്കുക. PSC മെമ്പർമാർ വലിയ കാര്യമൊന്നുമുള്ളവരല്ല. അവർ മഹാ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി വന്നവരൊന്നുമല്ല. ഒരു ടെസ്റ്റ് എഴുതുന്നവരല്ല. പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന പേര് അനുസരിച്ച് അവിടെ നിയമനം നടത്താനല്ലാതെ ഒരു ടെസ്റ്റ് എഴുതാത്തവർ കേരളത്തിലെ മുഴുവൻ പിള്ളേരെയും ടെസ്റ്റ് എഴുതി പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നാളെ ആവട്ടെ. PSC മെമ്പർമാർക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അവരുടെ ശമ്പളം അവർ ഗവൺമെൻറ് ഇഷ്ടംപോലെ കൊടുക്കാം. ഗവൺമെൻറ് ആരും ചോദിക്കാനില്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടംപോലെ കൊടുക്കാം. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. പ്രതിപക്ഷം ഉണ്ടോ ഇവിടെ? പ്രതിപക്ഷം നിശബ്ദരായിരിക്കല്ലേ ഇതെല്ലാം.